ശങ്കരാചാര്യര് ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ദശനാമി സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദശനാമി സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസിമാർ അവരുടെ വാലായിട്ട് ജാതി വാലുകൾ ഉണ്ടാക്കുന്ന പോലെ വാലായിട്ട് 10 പേരുകൾ, അങ്ങനെ 10 വാലുകൾ കണ്ടുപിടിച്ചു. അതിനകത്ത് പെടുന്നതാണ് ഗിരി, സരസ്വതി, തീർത്ഥ എന്നൊക്കെ പറഞ്ഞ് ചൈതന്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ 10 ഉണ്ട്. ആനന്ദൻ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എന്തെങ്കിലും പേരിൻ്റെ കൂടെ വിമല ആനന്ദ എന്ന് പറയുമ്പം ആനന്ദൻ എന്നുള്ള പേര് ഈ ദശനാമിപ്പെട്ടാണ്. അപ്പം നമ്മൾ ഈ ദശനാമി സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർവവും വിടുകിലവൻ വിശദാന്തരംഗനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം വിട്ടിട്ട് വിശദാന്തരംഗനായി മാറുന്ന ഒരു വ്യക്തിയാണ് സന്യാസി. അവനൊന്നിനും കെട്ടുപാടുകളോ പിടിപാടുകളോ ഡിറ്റാച്ച്മെൻറ്റോ ഇതൊന്നും അവന് ബാധകമല്ല. അറ്റാച്ച്മെൻറ്റും ഇല്ല, ഡിറ്റാച്ച്മെൻറ്റും ഇല്ല. അതിനപ്പുറത്തൊക്കെ ഉള്ള മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സന്യാസി എന്ന് പറയുമ്പോൾ. എല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിനും ഒരുപോലെ കണ്ട് അത് വേറൊരു മൈൻഡ് സെറ്റാണ്. അപ്പം അങ്ങനെ ആകുന്ന ആളാണ് സന്യാസി. അതേ സന്യാസിയെ തന്നെ വീണ്ടും ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് കൊണ്ടുവന്ന് അവനെ ചില കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. അപ്പം അത് വേണോ വേണ്ട എന്ന് വിവരമുള്ള സന്യാസി തീരുമാനിക്കണം. ഞാൻ ഏതെങ്കിലും എല്ലാം വിട്ടിട്ട് പോയി നിൽക്കുന്ന ഞാൻ വീണ്ടും കുറച്ചുകൂടെ പ്രത്യേക ഇനത്തിലുള്ള ഇതായിട്ട് മാറണോ, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിനകത്ത് ചെന്ന് വീഴണമെന്ന് വയ്ക്കുമ്പോൾ പിന്നെ സന്യാസത്തിനകത്ത് അർത്ഥമില്ലാതാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു തന്നെ, ഗുരുവിൻ്റെ പേര് നാരായണൻ എന്നാണ് അച്ഛനും അമ്മ ഇട്ടത്. ഗുരു ആ പേര് മാറ്റാനൊന്നും പോയില്ല. നാരായണ ആനന്ദെന്നോ നാരായണ ചൈതന്യെന്നോ നാരായണ ഗിരിയെന്നോ നാരായണ സരസ്വതി എന്നോ വേണമെങ്കിൽ ഇടാമല്ലോ. ഈ ദശനാമി സിസ്റ്റം നാരായണ ഗുരു അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാരായണ ഗുരുവിൻ്റെ പേരിൻ്റെ കൂടെ ഗുരുവിന് അങ്ങനെ ഇടാമായിരുന്നല്ലോ. ഗുരു എന്ന് മാത്രം ചേർത്തു, അതിനകത്തൊന്നും പെടാത്തായി. ഗുരു എന്നുള്ള പേര് ദശനാമിയിലൊന്നും വരാത്തതാണ്. അതുപോലെ പിന്നെ നടരാജ ഗുരുവും തന്നെ പേര് നടരാജൻ എന്നായിരുന്നു. പി നടരാജൻ എന്നായിരുന്നല്ലോ ഗുരുവിൻ്റെ പേര്. അപ്പോൾ ഗുരു ആ പേര് തന്നെ കണ്ടിന്യൂ ചെയ്തു. നിത്യചൈതന്യ ഗുരു പിന്നെ നാരായണ ഗുരുവിലെത്തി നല്ല സന്യാസം സ്വീകരിച്ചു. അപ്പോൾ ഗുരു തന്നെ ഇട്ട പേര് നിത്യചൈതന്യ യതി എന്നായിരുന്നു. അത് ഈ ദശനാമി സമ്പ്രദായത്തിൽ പറയാൻ പറ്റത്തില്ല. ചൈതന്യൻ എന്ന് പേരുണ്ടെങ്കിലും നിത്യചൈതന്യ യതി എന്ന് പറയുമ്പം ആ ദശനാമി സമ്പ്രദായമല്ല. ഇപ്പം ഗുരു മുനിനാരായണ പ്രസാദ്, ഗുരുവിൻ്റെ പേര് എം എൻ പ്രസാദ് എന്നായിരുന്നു. എം എൻ പ്രസാദ് എന്നുള്ളത് മുനിനാരായണ പ്രസാദ് എന്ന് നടരാജ ഗുരുവാണെന്ന് തോന്നുന്നു മാറ്റിയത്. പിന്നെ തന്മയസ്വാമിയുടെ കാര്യം പറഞ്ഞാൽ ഡോക്ടർ തമ്പാനായിരുന്നു. അപ്പം നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ ദശനാമി സിസ്റ്റം നാരായണ ഗുരുവൊന്നും അംഗീകരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഈ പിന്നെ ഒരു സിസ്റ്റത്തിനകത്തോട്ട് പോകുന്ന ഇഷ്ടമായി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞോട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെമിറ്റിക് മതങ്ങളും ഈ സനാതനധർമ്മം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസിലെയും തരത്തിലെയും തൊപ്പികൾ വെച്ചിരിക്കുന്ന ഒരു കടയാണ്. മറ്റേ സെമിറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു സൈസിലുള്ള തൊപ്പി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ തൊപ്പി മേടിക്കാൻ ചെല്ലുന്നവൻ തല ചെറുതും വലുതോ, അവൻ്റെ തല ചെറുതാണെങ്കിൽ വലുതാക്കി, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ചെറുതാക്കി ഈ തൊപ്പിക്ക് ചേരുന്ന രീതിയിൽ തല മാറ്റി അകത്തോട്ട് കയറ്റണം. അതേസമയം സനാതനധർമ്മം എന്ന് പറയുമ്പം എങ്ങനെ എത്ര വലിയ ചെറുതും സൈസ് വ്യത്യാസമുള്ളതും ചരിഞ്ഞതും ഒക്കെ മഴിച്ചതും ഒക്കെ ആയിട്ടുള്ള തലയാണെങ്കിൽ വേണ്ടില്ല, അതിന് പറ്റിയ തൊപ്പി അവിടെ കിട്ടും. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇത് ദശനാമി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിനകത്തോട്ട് കയറുക, ഒരു അച്ഛനകത്തോട്ട് കയറ്റി വെച്ചേക്കുകയാണ് നമ്മൾ. അപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ തന്നെ സർവ്വം വിട്ട് നിൽക്കുന്ന സന്യാസി ഈ പറയുന്ന കമ്പാർട്ട്മെൻറ്റിനകത്തോട്ട് നിറഞ്ഞു കയറി അതിനകത്ത് ഇരിക്കണം എന്നുള്ള രീതിയിലുള്ള സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ വരെ നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് നാരായണ ഗുരു ഇതിനെയൊക്കെ നിരാകരിച്ചിട്ട് പുതിയ സിസ്റ്റം കൊണ്ടുവന്ന ആളാണ്. ശങ്കരാചാര്യർ കൊണ്ടുവന്ന അദ്ദേഹത്തിന് ഭാഷ്യം ചമയ്ക്കാൻ മാത്രം ചെയ്തിട്ടുള്ള ശങ്കരാചാര്യർ കൊണ്ടുവന്ന സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഗുരു വന്നിട്ട് പുതിയതായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചിലർക്ക് പഴയ പേടി മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്കിപ്പോഴും അടിമത്തം ബ്ലഡിൽ കാണണം. ഈ സന്യാസിയാണെങ്കിലും ചിലപ്പം ആ ബ്ലഡിനകത്ത് ഒരു സ്ലേവറി അവൻ പോലും അറിയാതെ ഇങ്ങനെ കിടക്കും. അങ്ങനെ അടിമയാണെന്ന് മനസ്സിലാക്കിക്കാൻ വലിയ പാടാണ്. ഒരു ഇഡിയറ്റാണെന്ന് ഇങ്ങനെ കൺവിൻസ് ചെയ്യും പറ്റില്ല, പ്രയാസമാണ്. അപ്പം അങ്ങനെ ബ്ലഡിലൊക്കെ ചിലപ്പോൾ ചിന്തയിലൊക്കെ കിടപ്പുണ്ടാകാം ആ പ്രേതം. അപ്പം അങ്ങനെയുള്ളവരാണ് ഈ നാരായണ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ
ഗുരു ഒന്ന് റീഡിഫൈൻഡ് ആൻഡ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത് റിയലൈസ് ചെയ്യാനുള്ള മൂളമില്ലാഞ്ഞിട്ടാകാം അങ്ങനെ ഈ പണി ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ പൊതുവെ ഇത് കാണുമ്പം ഉണ്ടായിരിക്കാറില്ല എന്നൊക്കെ പറയും. എല്ലാം വിട്ടു നിൽക്കാൻ പറ്റുന്നവനാണ് സന്യാസം. അല്ലെ പിന്നെ ഗൃഹസ്ഥനും അവനുമായിട്ട് എന്താ വ്യത്യാസം? പലരും മറന്നു പോകുന്നു. ആ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ വീണ്ടും പഴയ പുഴുക്കുത്ത്, ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ പഴയ പുഴുക്കുത്തുകൾ എടുത്ത് സ്വയം കുത്തുണ്ടാക്കി പുഴുക്കുത്താക്കി ശരീരത്തിൽ അല്ല ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ്. അവരുടെ വിധി കഷ്ടം അല്ലാതെ എന്താ പറയാനാ, ചോറ് ഇവിടെയും കൂറ് അവിടെ എന്നൊക്കെ പറയുന്ന പോലെയാണ് അവസ്ഥ. ശരി.